ഉമ്മൻചാണ്ടി സാറിനെ ഒരു ദിവസവും ഓർക്കാതെ കടന്നു പോകാൻ കഴിയാത്തൊരു സാന്നിധ്യമാണ് ഇപ്പോഴും അദ്ദേഹം. എപ്പോഴും നമ്മുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ വരും. അത് മനഃപൂർവ്വമായിട്ട് നമ്മൾ ഓർത്തെടുക്കുന്നതല്ല. ചിലപ്പോൾ ചില വ്യക്തികൾ, ചില സംഭവങ്ങൾ, ചിലരുടെ അനുഭവങ്ങൾ. ഇപ്പോൾ വളരെ സാധാരണക്കാരായ ആളുകളായിരിക്കും, വലിയ ഉന്നതരായ വ്യക്തിത്വങ്ങളൊന്നും ആയിരിക്കില്ല. അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനെടുത്തത്. ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ തന്നെ ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ, ശ്രുതി തരംഗം എന്ന് പറഞ്ഞൊരു പദ്ധതി, ഉമ്മൻചാണ്ടി സാറ് നമ്മെ വിട്ടുപോയപ്പോൾ ഒരുപാട് ആളുകൾ അനുസ്മരണങ്ങൾ എഴുതി. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് അദ്ദേഹം ഒരു അനുഭവം എഴുതിയിരുന്നു. അദ്ദേഹത്തിൻ്റെ അയൽപക്കത്തുള്ള ഒരു സ്ത്രീ, ഒരു വീട്ടമ്മ, അവരുടെ കുഞ്ഞിന് ജനിച്ചപ്പോൾ സംസാരശേഷി ഉണ്ടായില്ല, കേൾവി ശക്തി ഉണ്ടായില്ല. അപ്പോൾ ആരോ പറഞ്ഞു ഉമ്മൻചാണ്ടി സാറിനെ വിളിക്കുകയും ആ സർജറി, കോക്ലിയർ ഇംപ്ലാന്റേഷനുള്ള സംവിധാനത്തിനുള്ള സൗകര്യം സാർ ഒരുക്കി കൊടുക്കുകയും പിന്നീട് ആ കുട്ടി കേൾക്കുകയും സ്പീച്ച് തെറാപ്പിക്ക് ശേഷം സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ കുട്ടിയെ കൊണ്ട് ആദ്യമായിട്ട് ആ അമ്മ സംസാരിപ്പിച്ചത് ഫോൺ ചെയ്ത് ഉമ്മൻചാണ്ടി സാറിനെ കൊടുത്ത് അദ്ദേഹവുമായിട്ടാണ് സംസാരിക്കുന്നത്. പിന്നീട് അവരാണ്, സാറ് പിന്നീട് മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ട് എനിക്കിങ്ങനെയൊക്കെ പറ്റിയത് എനിക്ക് അദ്ദേഹത്തെ വിളിക്കാൻ പറ്റിയതുകൊണ്ടാണ്. ഇതറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അങ്ങേക്ക് ഇതൊരു പദ്ധതിയായിട്ട് ആരംഭിച്ചുകൂടെയും ചോദിച്ചു. അപ്പോൾ ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് പറഞ്ഞത് ഒരു സാധാരണക്കാരി എൻ്റെ അയൽപക്കത്തുള്ള വീട്ടമ്മ കൊടുത്ത ഒരു നിർദ്ദേശത്തെ സ്വീകരിച്ചാണ് സാമൂഹ്യ സുരക്ഷാ വകുപ്പ് ശ്രുതി തരംഗം എന്നൊരു പദ്ധതി നടപ്പിലാക്കി. ആയിരക്കണക്കിന് കുട്ടികൾ കേരളത്തിൽ കോക്ലിയർ ഇംപ്ലാന്റേഷന് ശേഷം അമ്മയെന്നൊക്കെ വിളിച്ചു തുടങ്ങി ആദ്യമായിട്ട്. അപ്പോൾ ആ കുട്ടികളുടെ ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു ഉപകരണം അവരുടെ ചെവിയിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ഉപകരണം ഇപ്പം മെയിൻ്റനൻസിനുള്ള പൈസ സർക്കാർ കൊടുക്കാത്ത കാരണം ആ കുട്ടികൾക്ക് പതുക്കെ കേൾവി ശക്തി കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നിയമസഭയിൽ അത് പറയുമ്പം നമ്മൾ ആരെയാണ് ഓർക്കുന്നത്, ആരുടെ കാര്യമാണ് പറയുന്നത്? അപ്പം ഞാൻ വ്യക്തിപരമായ അനുഭവം പറഞ്ഞതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ഉമ്മൻചാണ്ടി ഉണ്ട്. ജീവിച്ചിരുന്നപ്പോഴുള്ളതിനേക്കാൾ ശക്തി ആ സാന്നിധ്യത്തിന് ഇപ്പോഴുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മതി. ആ പേര് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ എല്ലാ അർത്ഥത്തിലും, ഇപ്പോൾ എല്ലാ രൂപത്തിലും സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞത്ത് കപ്പൽ വരികയാണ്. വിഴിഞ്ഞത്ത് കപ്പൽ വന്നാൽ ഒരു സംശയമില്ല, ആദ്യം ആളുകൾ ഓർക്കുന്നത് ആരെയായിരിക്കും? ഉമ്മൻചാണ്ടിയായിരിക്കും, ഒരു സംശയവുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദൃശ്യ സാന്നിധ്യം, ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ വ്യക്തി, രാഷ്ട്രീയ നേതാവ്, മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ ഭൗതിക സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അദൃശ്യ സാന്നിധ്യം, ആത്മീയ സാന്നിധ്യം, അതിൻ്റെ കരുത്ത് ഈ തെരഞ്ഞെടുപ്പിലെല്ലാം ഞങ്ങൾ അനുഭവിച്ചതാണ്. അതിൻ്റെ പ്രയോജനം ലഭിച്ച സ്ഥാനാർത്ഥികളാണ് എല്ലാവരും. തീർച്ചയായും സാറിനെ കുറിച്ച് ഓർക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ. ഒരു വർഷം എത്ര വേഗമാണ് കടന്നുപോയത്. ഇപ്പോഴും കൂടെ ഇല്ല എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ എല്ലാം ജീവിതവുമായിട്ട് അത്രയേറെ ചേർന്ന് നിൽക്കുന്നതാണ് ശ്രീ ഉമ്മൻചാണ്ടി. നമ്മുടെയൊക്കെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഞാനതെൻ്റെ വ്യക്തിപരമായൊരു കാര്യമാണ്, ഞാൻ തുറന്നു പറയുകയാണ്. ഒരുപാട് കാലം സാറിൻ്റെ ഒപ്പം നടക്കാൻ, യാത്ര ചെയ്യാൻ ഭാഗ്യവും അവസരവും കിട്ടിയ ഒരാളാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എൻ്റെ മുന്നിൽ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ സ്വീകരിക്കുന്ന ഒരു മാർഗം, ഈ വിഷയം സാറിൻ്റെ മുമ്പിലാണ് വന്നതെങ്കിൽ സാർ ഇതിനെ എങ്ങനെയായിരിക്കും സമീപിക്കുന്നത്, അതാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്നിട്ടാണ് നമ്മളൊരു തീരുമാനം എടുക്കുന്നത്. അതാണ് ഇപ്പോഴും അദ്ദേഹം നമ്മളെ വഴി നടത്തുന്നു എന്ന് പറയാനുള്ള ഒരു കാരണം.